റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് അബൂദർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഓ അബൂദറെ, താങ്കൾ ഏകനായി ജീവിക്കുകയും ഏകനായി മരണപ്പെടുകയും താങ്കളെ ഒറ്റയ്ക്ക് പുനർജനിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഇത് സഹാബാക്കളിൽ വലിയ സൂക്ഷ്മതയുള്ള ഒരു സഹാബിയാണ്. എല്ലാ സഹാബാക്കളും സൂക്ഷ്മതയുള്ളവരാണെങ്കിലും അബൂദർ റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ചൊരു സഹാബിയാണ്. അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുകയും മറ്റെല്ലാ വസ്തുക്കളെയും അവഗണിക്കുകയും ചെയ്ത ഒരു സഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം പിൻപറ്റുകയും മറ്റാരോടും ഒരു തരത്തിലുള്ള പിൻപറ്റലും നടത്താത്ത ഒരു സഹാബി എന്നെ പരിചയപ്പെടുത്താം. അല്ലെങ്കിൽ വേറെ തരത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. അള്ളാഹുവിൻ്റെ മേൽ മുഴുവൻ കാര്യങ്ങളും ഭരമേൽപ്പിക്കുകയും അടുത്ത ദിവസത്തേക്ക് വേണ്ടി എന്നും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാത്ത ഒരു സഹാബി. എൻ്റെ കാര്യങ്ങൾ പടച്ചവൻ നടത്തുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്ന സഹാബകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയാണ് അബൂദർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തോട് മാത്രം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതായി ഹദീസിലൊക്കെ വരുന്നുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ കടുത്ത നിലപാട് കാരണം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലമായപ്പോൾ മുസ്ലിമീങ്ങൾക്ക് സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടി. സഹാബാക്കളുണ്ട്, താബിഈകളുമുണ്ട്. അവർ രണ്ടുപേരും അവരുടെ പഴയകാല ജീവിതത്തിൽ നിന്നും മാറി കുറച്ച് ആർഭാടം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ കാലഘട്ടത്തെ ആർഭാടമൊന്നുമല്ല, ഒരു റൊട്ടിക്ക് ഒരു കറിയോടൊപ്പം മറ്റൊരു കറി, അതാണ് അടുത്ത ആർഭാടം. ഹദീസിലൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ആർഭാടം വെച്ച് നോക്കുമ്പോൾ അത് തീരെ കുറവാണെന്നാണ്. ഒരു കറി ആ സഹാബാക്കൾ കൂട്ടിയിട്ടുള്ളൂ, 2 കറി കൂട്ടിയിട്ടില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കറി കൂട്ടാതെയാണ് അധികവും ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പോൾ ഒരു കറിയുടെ കൂടെ മറ്റൊരു കറിയും കൂടി കൂട്ടിയപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു വിമർശിച്ചു, ഇത് നബി തങ്ങളുടെ സുന്നത്തിനെതിരാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിമർശനം തുടങ്ങിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, താങ്കൾ മദീനയിൽ ഇത്തരം കടുത്ത വാദങ്ങളുമായി നടന്നാൽ മറ്റുള്ളവർക്കെല്ലാം പ്രയാസകരമാകും, അവിടെ താങ്കൾ കുറച്ച് ഒതുങ്ങണമെന്ന് പറഞ്ഞു. ഇന്ന് നല്ല മുതിർന്ന സഹാബിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്ന് ഖിലാഫത്ത് ഏറ്റെടുത്ത സമയത്ത് ഈ പ്രശ്നം കൊടുത്ത് രൂക്ഷമായി. ഏതെങ്കിലും സഹാബാക്കളുടെ കയ്യിൽ പണം വരുന്നാൽ അദ്ദേഹം മേടിക്കും, സാധുക്കൾക്ക് വിതരണം ചെയ്യും. ചോദിച്ചാൽ എന്താ ഈ പൈസ വെച്ചേക്കെന്ന് ചോദിച്ചാൽ, പൈസ നാളത്തേക്ക് വേണ്ടി, നാളെ നീ ഖബറിന് അകത്താണോ പുറത്താണോ എന്ന് അറിയാമല്ലോ, അപ്പം നീ കൊടുത്തേക്കാൻ പറയും. അത് മൂപ്പരുടെ ശൈലി ഏതാ. അതിൽ പൂർണ്ണമായ തവക്കൽ എന്ന് പറയും. അങ്ങനത്തെ ആൾക്കാർ മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു ഒരു നേതാവാണ്. അപ്പോൾ ഈ ഒരു ഘട്ടം വന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ മദീനയിൽ നിന്ന് മാറി താമസിക്കണമെന്ന്. റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, താങ്കൾ ഏകനായി ജീവിക്കും, താങ്കൾ ഏകനായി മരിക്കും, താങ്കൾ ഏകനായി പുനർജനിപ്പിക്കപ്പെടും. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ആ കാര്യം അന്നേരം ഓർമ്മ വന്നു. അദ്ദേഹം മദീനയിൽ നിന്ന് വിദൂരമായ ഒരു സ്ഥലത്തായ റബദ എന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചു. അപ്പോൾ അദ്ദേഹം പോകാൻ സമയപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാനും വരാമെന്ന് ഒരു കൂടെ. അങ്ങനെയാണല്ലോ സ്നേഹമുള്ള ഭാര്യമാർ. അപ്പോൾ നിങ്ങൾ പോക്കോ, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞില്ല, ഞാനും വരാമെന്നു. ഒരു അടിമ ഉണ്ടായിരുന്നു, ഒരു അടിമ ചെറുക്കൻ. ആ പയ്യനും പറഞ്ഞു, ഞാനും വരാം സയ്യിദിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. ഒരു 3 പേരും പോയി. അങ്ങനെ ആ നാട്ടിൽ, റബദ എന്ന് പറയുന്ന നാട്ടിൽ ഇന്നും അവിടെ വിജനമാണ്. അവരൊറ്റയ്ക്ക് താമസിച്ചു. ഒരു ഓലിയുള്ള സ്ഥലത്ത്, വെള്ളം കിട്ടുന്ന സ്ഥലത്ത് താമസിച്ചു. അവിടെ ശരിയാണ് ചരിത്രത്തിൽ വരുന്നു 3 വർഷത്തോളം അവിടെ താമസിച്ചു. ഒറ്റപ്പെട്ട നിലയിൽ താമസിച്ചു, ഒരു ഏർപ്പാടും ഇല്ലാതെ. അങ്ങനെ ഉസ്മാൻ അബൂദർ റളിയല്ലാഹു അൻഹു രോഗിയായപ്പോൾ ഭാര്യയോട് പറഞ്ഞു, എന്നോട് എൻ്റെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും, ഒറ്റയ്ക്ക് മരിക്കും, ഒറ്റയ്ക്ക് നിന്നെ കബറടക്കപ്പെടും, നീ ഒറ്റയ്ക്ക് പുനർജനിപ്പിക്കപ്പെടും. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, ഞാൻ ഇപ്പോൾ രോഗത്തിലാണ് ഉള്ളത്, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് 2 പേർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കുളിപ്പിക്കാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് ഒരു ചെറുക്കനാ കൂടെയുള്ളത്, കഫൻ പൊതിയാൻ അറിയത്തില്ല, കബറെടുക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ ഒരു തുണിയിൽ പൊതിയണം. ജനാസ പൊതിയുന്ന പോലെ പൊതിഞ്ഞതിന് ശേഷം ഈ നമ്മൾ താമസിക്കുന്ന റബദയ്ക്കടുത്തൊരു വഴിയുണ്ട്, ഈ കച്ചവടക്കാരെല്ലാം യാത്ര ചെയ്യുന്ന വഴിയുണ്ട്, ആ വഴിയരികിൽ കൊണ്ടുപോയി എന്നെ വെച്ചേക്കണം, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ സങ്കടപ്പെട്ടു, മകന് സങ്കടപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമോ വിഷമോ ഉണ്ടെങ്കിൽ ആ യാത്രാ സംഘത്തോടൊപ്പം കൂടി നിങ്ങൾ വേണേൽ മദീനയ്ക്ക് പോക്കോ, ഇവിടെ താമസിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ലല്ലോ, താമസിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ
അബൂദർ റളിയല്ലാഹുവിന് രോഗം കൂടുതലായ സമയത്ത് അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയില്ല, ആരെങ്കിലും വരുമെന്നൊന്നും പ്രതീക്ഷയില്ല. എപ്പോഴെങ്കിലും ഒരു വർഷത്തിലൊക്കെ വന്നാലേ ഉള്ളൂ. അപ്പോൾ ഈ ജനാസ വെച്ച് എങ്ങനെ കാത്തിരിക്കും എന്നുള്ള ടെൻഷൻ അവർക്ക് വിഷമമുണ്ടായി. ഏതായാലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആ ജനാസയെ അവർ രണ്ടുപേരും കൂടി കുളിപ്പിച്ച് തുണിയിൽ പൊതിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ വഴിയുടെ സൈഡിൽ കൊണ്ടുപോയി വെച്ചു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു പോയപ്പോൾ ഒരു സംഘം, ഈ ഒരു യാത്രാ സംഘം വരുന്നതായ ശബ്ദം ഇവർ കേട്ടു. ഈ സ്ത്രീ കേട്ടു, അബൂദർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ കേട്ടു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ ഓടിപ്പോയി നോക്കുമ്പോൾ ഒരു സംഘം വരുന്നുണ്ട്. ആ സംഘത്തിന് മുമ്പിൽ നിൽക്കുന്ന ആൾ ഒരു പ്രധാന സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം സഹാബാക്കളിൽ വലിയ മഹാപണ്ഡിതനായ സഹാബിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് റസൂലുള്ളാഹി തങ്ങൾ ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞിരുന്നു, നീയാണ് അബൂദറിൻ്റെ ജനാസ നമസ്കരിക്കേണ്ടത്. ചോദിച്ചു, എവിടെ വെച്ചാൽ നബിയെ? അബൂദർ ഒറ്റയ്ക്കായിരിക്കുമല്ലോ മരിക്കുക, ഒറ്റയ്ക്കാണല്ലോ കഫൻ ചെയ്യപ്പെടുക, ഞാനെങ്ങനെ ഉണ്ടാവും? അള്ളാഹു താങ്കളെ അവിടെ എത്തിച്ചോളും, താങ്കളാണ് ജനാസയ്ക്ക് ഇമാമത്ത് നിൽക്കേണ്ടത്. അപ്പോൾ ആ സഹാബിയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരു തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലല്ലോ, എവിടെ താമസിക്കുന്നു അറിയില്ല. എന്തായാലും ഈ സംഘം വന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ സംഘമാണ്. ഈ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അബൂദർ പറഞ്ഞതനുസരിച്ച് ജനാസ അവിടെ കൊണ്ടുപോയി വെച്ചു. ചോദിച്ചു, അവരവിടെ വന്നപ്പോൾ ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്ന സഹാബത്തിനോട് പറഞ്ഞു, റസൂലുള്ളാഹി നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്, ഇത് അബൂദറിൻ്റെ ജനാസയാണ്. ഉടനെ ശരിയായ നിലയിൽ അതിനെ കഫൻ പൊതിഞ്ഞ് ഖബർ കുഴിച്ച്, ആ സംഘം അവിടെ ഖബർ കുഴിച്ച് ആ ഉണ്ടായിരുന്ന സംഘത്തിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ചേർന്ന് ജനാസ നമസ്കരിച്ച് അവിടെ തന്നെ അടക്കി. അതിനുശേഷം ഭാര്യയോടും മക്കളോടും പറഞ്ഞു, ഒരു ഉലാമുണ്ടല്ലോ, അടിമയോടും പറഞ്ഞു, നിങ്ങൾ തയ്യാറായിക്കോ, യാത്രാ സംഘത്തോടൊപ്പം ഒരു കഴുതയുണ്ട്, ആ കഴുതപ്പുറത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ആ കഴുതപ്പുറത്ത് കയറി അവരെയും കൊണ്ട് എന്ത് ചെയ്തു, നേരെ മദീനയിലേക്ക് പോവാണ്. ഇതാണ് സംഭവം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവിനോട് പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ഒറ്റയ്ക്ക് ജീവിക്കും, ഒറ്റയ്ക്ക് മരിക്കും, ഒറ്റയ്ക്ക് കബറടക്കപ്പെടും, ഒറ്റയ്ക്ക് താങ്കളെ പുനർജനിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ളതായി എന്നോട് പറഞ്ഞിരുന്നു എന്ന് ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ വാക്ക് എത്ര കൃത്യമായി പുലർന്നു. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, താങ്കളാണ് അബൂദറിൻ്റെ ജനാസയ്ക്ക് ഇമാമത്ത് നിൽക്കേണ്ടത്. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നബികളൊന്നും പറഞ്ഞില്ല. അതിനുള്ള അവസരം ഉണ്ടാവും, നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് സഹാബാക്കളുടെ സംഭവം വായിച്ചപ്പോൾ അത് ആദ്യത് കിട്ടിയോണ്ട് ഞാനത് പറയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നെ പറഞ്ഞു, തംഷി വഹദക വ തമൂദു വഹദക വ തുബഅസു വഹദക എന്ന്. അവരെല്ലാവരും കൂടി അദ്ദേഹത്തിന് ജനാസ ഖബറടക്കി. അതിനുശേഷം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടിസ്ഥാനത്തിൽ അവരെ തബൂക്കിലേക്കായിരുന്നു പോകുന്ന വഴി, തബൂക്കിലേക്ക് പോയി അവരെയും കൊണ്ടുപോയി. പിന്നീട് അതിനുശേഷം ആ ഭാര്യയും ആ അടിമപ്പെണ്ണിനെയും അടിമച്ചെറുക്കനെയും കൂടി മദീനയിൽ എത്തിച്ച് താമസിപ്പിച്ചു. ഇന്നും അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റബദയിൽ പോകണം. ഒരു ഖബറും ഒരു പരിസരത്തില്ല, ഒരു പള്ളിയുമില്ല, ജനവാസമില്ല, ഒന്നുമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചത്. അദ്ദേഹത്തിൻ്റെ ആശയവും ഒറ്റപ്പെട്ടതായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒറ്റപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖബറും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തെ റബദ എന്ന സ്ഥലത്ത് നിന്ന് ഒറ്റയ്ക്കാണ് പുനർജനിപ്പിക്കപ്പെടുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നബിതങ്ങളുടെ വാക്കിൻ്റെ മഹത്വവും അത് പുലരുന്ന രീതിയും നമ്മളൊന്ന് മനസ്സിലാക്കുക. ഈ ഹദീസിൽ നിന്നും അല്ലാഹുവിൻ്റെ റസൂൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതങ്ങനെ തന്നെ അത് പുലർന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന നിലയിലാകണമെന്നില്ല. അതിൻ്റെ സന്ദർഭങ്ങളോ അതിൻ്റെ സാഹചര്യങ്ങളോ ഒന്നും അനുകൂലമാകണ്ട. എന്നാലും സമയമാകുമ്പോൾ എങ്ങനെയാണോ നടക്കേണ്ടത് അങ്ങനെ തന്നെ നടക്കും. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വന്തമായി ഒന്നും ലോകത്തോട് പറഞ്ഞിട്ടില്ല. അള്ളാഹു അറിയിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് പറയുന്നതിന് റസൂലുള്ളാഹി നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം സൃഷ്ടാവായ അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ്. അതങ്ങനെ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഖുർആനിനെയും ഹദീസിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെല്ലാം കാര്യങ്ങൾ പരലോകത്ത് നമ്മൾ നേരിടേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞു, അതെല്ലാം ഇതേപോലെ നമ്മൾ നേരിടേണ്ടി വരും. സത്യസന്ധമാണെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് ഖൈർ അല്ലാഹു തആല മനസ്സിലാക്കി ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു